എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. കേരള സംസ്ഥാന വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്യായമായ തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് വർധനവിനെതിരെ തിരുവനന്തപുരത്ത് വ്യാപാരികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം സമിതി സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഇന്ന് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് മേഖലയിലാണ് ഗവൺമെന്റ് കൈവക്കാത്തത്? എല്ലാ മേഖലയിലും ഗവൺമെന്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഈ വ്യാപാരികളെ മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് പോകുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നമ്മളും ആ അംഗീകാരത്തിന് വേണ്ടി, നമ്മുടെ ഈ വ്യാപാരികൾക്കുള്ള അംഗീകാരത്തിന് വേണ്ടി, വ്യാപാരിക്ക് കിട്ടുന്ന അംഗീകാരത്തിന് വേണ്ടി വ്യാപാരികൾ എന്തായാലും അങ്ങേയറ്റം വരെ സമരം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. നമുക്ക് ഇന്ന് നമ്മൾ എല്ലാ മേഖല, അതായത് ഇന്നിപ്പോ ഏത് മേഖല എടുത്താലും. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നെയ്യാറ്റിൻകര MLA K ആൻസലൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ES ബിജു, V പാപ്പച്ചൻ, KM ലെനിൻ, TV ബൈജു, അബ്ദുൽ വാഹിദ്, റോബിൻ ജോൺ വന്നിലം തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രസംഗിച്ചു. കോതമംഗലം ഏരിയ നേതാക്കളായ K നൌഷാദ്, PH ഷിയാസ്, NB യൂസഫ്, സജി മാടവന എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ വ്യാപാരികളെല്ലാവരും സമരമുഖത്താണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരകേന്ദ്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. വലിയ ദുരിതമനുഭവിക്കുന്ന വ്യാപാരി സമൂഹത്തിന് മുകളിൽ വലിയ നികുതി എന്നുള്ള നിലയ്ക്ക് കടന്നു വരികയാണ് ലൈസൻസ് ഫീസിന്റെ വർധനവും അതുപോലെ തന്നെ തൊഴിൽക്കരം വർധനവും. ഇത് രണ്ടും വ്യാപാരികൾക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥിതിയായി അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഏതൊരു വ്യാപാരിയുടെയും കടമയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് വർദ്ധിപ്പിക്കുന്നതെങ്കിലും ഇത് നിയമനിർമ്മാണത്തിലൂടെ ഈ വർധനവ് പിൻവലിക്കുവാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനാണ്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ഗൌരവമായി ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രക്ഷോഭ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.